ഭരണപക്ഷ MLA ആയ നമ്മുടെ അൻവറേട്ടനും പ്രതിപക്ഷവും ആഞ്ഞു പിടിച്ചിട്ടും ADGPനെ ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൊല്ലലും കൊല്ലിക്കലും സ്വർണ്ണക്കടത്തും ഒക്കെ ആയിട്ട് ആരോപണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ക്രമസമാധാന ചുമതലയിൽ മൂപ്പരിപ്പോഴും നല്ല സമാധാനത്തോടെ ഇരിക്കുകയാണ്. എല്ലാം മുഖ്യമന്ത്രിയുടെ ഐശ്വര്യം എന്നായിരിക്കും ADGP ചിന്തിക്കുന്നുണ്ടാവുക. ADGPക്കെതിരായ ആരോപണങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്നത്. ADGP MR അജിത് കുമാർ RSS കൂടിക്കാഴ്ച അവിടെയെങ്കിലും ചർച്ചയാകുന്നു കരുതി നമ്മുടെ അൻവറേട്ടൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ അതേപ്പറ്റി ഒരു വാഗ ആരും മിണ്ടിയില്ല. പാവ അൻവറേട്ടൻ ഭരണപക്ഷത്തുള്ളൊരു MLA ഇത്രയും ശക്തിയായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഭരണപക്ഷത്തുള്ളവർ എന്നെ മൈൻഡാക്കാത്ത ഒരവസ്ഥയെ. ഏതെങ്കിലും കാലത്ത് ആരോപണങ്ങളൊക്കെ മുഖ്യമന്ത്രി മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് അൻവറേട്ടൻ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ CPIM മന്ത്രിമാര് മാത്രമല്ല CPI മന്ത്രിമാരും ADGP RSS കൂടിക്കാഴ്ചയെ കുറിച്ചൊരു വകവിണ്ടിയില്ല. ഇനി അടുത്ത പ്രതീക്ഷ LDF യോഗത്തിലാണ്. അതിലെങ്കിലും വിഷയം ചർച്ചയാകും. ADGPക്കെതിരെ നടപടി വരുന്നു പ്രതീക്ഷിച്ച് വീണ്ടും അൻവറേട്ടൻ കാത്തിരുന്നു. പക്ഷേ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ADGP അജിത് കുമാർ അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി, എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം. ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. അതായത് പറഞ്ഞു വന്നത് അത്ര പെട്ടെന്നൊന്നും നടപടി എടുക്കാൻ പറ്റില്ല, ക്ഷമ വേണം, സമയമെടുക്കും. പാർട്ടിക്ക് പഠിക്കാൻ കുറച്ചധികം സമയം വേണം മിച്ചർ. എല്ലാവരും കാത്തിരിക്കൂന്നാണ് കോമ്രേഡ്സിന് പറയാനുള്ളത്. LDF കൺവീനറുടെ വാക്കുകൾ കേട്ടല്ലേ, സന്തോഷായില്ലേ അൻവറേട്ടാ? ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. LDF യോഗത്തിൽ അത്രയെങ്കിലും തീരുമാനം ഉണ്ടായല്ലോ, അങ്ങനെ വിചാരിച്ച് ആശ്വസിക്കാൻ വരട്ടെ. LDF യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഉള്ള സമാധാനം വീണ്ടും പോയി എന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നല്ലാണ്ട് ഈ വിഷയത്തിൽ LDFന്റെ ഘടകകക്ഷികൾ എതിർത്ത് സംസാരിച്ചാൽ CMന്റെ സമാധാനം പോയില്ലേ? CPI മാത്രല്ലല്ലോ, ഇപ്പൊ RJDയും NCPയും ഒക്കെ തന്നെയല്ലേ പറയണത് ADGPനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന്. അങ്ങനെ പാർട്ടിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ എതിർ ശബ്ദം ഉയർന്നതിനാൽ മുഖ്യമന്ത്രി ആകെ സെഡാണ് ഗൈസ്. ഒരു മാസത്തെ കാലാവധിയാണ് അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് നിലപാട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അന്വേഷിച്ചോ, എത്ര വേണമെങ്കിലും അന്വേഷിച്ചോ. പക്ഷെ അന്വേഷിക്കുന്നതിനിടയ്ക്ക് ആ ഒരു മാസം എന്നുള്ള കാര്യം മറന്നു പോകാണ്ടിരുന്നാൽ മതി. എന്നാലും ADGPക്കൊക്കെ എന്തൊരു സുഖമാണ് അല്ലേ. മൂപ്പര RSS നേതാക്കളായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് പുള്ളി തന്നെ സമ്മതിച്ചിട്ടും ഇവിടെ ആർക്കും ഒരു കുലുക്കോ ഇല്ല. പാവമ്മടെ ഈ പിടകാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. BJP നേതാവ് ജാവദേക്കറിന്റെ കൂടെ ഒരു ചായ കുടിച്ചതിന് ആ പാവത്തിന് നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് സൈഡാക്കിയില്ലേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പിന്നൊരു കാര്യമുണ്ട്, ADGPക്കെതിരെ പയ്യ അന്വേഷണമൊക്കെ നടത്തി വേണമെങ്കിൽ എന്താച്ചാ ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് LDF എത്തിയതോടെ ഗോവിന്ദ മാഷിന്റെ മട്ടും ഭാവവും മാറിയിട്ടുണ്ട്. മൂപ്പരിപ്പോ ഫുൾ കലിപ്പിലാണ്. മുഖ്യമന്ത്രിയുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി RSS നേതാവിനെ ADGP മുഖേന അയച്ചു എന്ന വാർത്ത നൽകിയത് എന്തടിസ്ഥാനത്തിലുള്ള വാർത്തയാ? പിന്നെ വെറുതെ പ്രതിപക്ഷം തന്നെ ഉന്നയിക്കുന്നത് നിങ്ങളല്ലേ, പിന്നെ മാധ്യമം തന്നെയാണ് അത് ഉണ്ടാക്കിയത്. അതായത് ADGP RSS നേതാക്കളായിട്ട് കൂടിക്കാഴ്ച നടത്തിയതും മൂപ്പർ തന്നെ അത് സമ്മതിച്ചതും ഈ വിഷയത്തിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതൊക്കെ മാധ്യമങ്ങൾ കാരണമാണെന്നാണ് ഗോവിന്ദമാഷ് പറയുന്നത്. അജിത് കുമാറിനെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായി നടപടിയെടുത്താൽ അത് RSSനെ മുറിപ്പെടുത്തും, RSSനെ വേദനിപ്പിക്കും എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത്. ദശാബ്ദങ്ങളുടെ ബന്ധമാണ് LDFിലെ ഘടകകക്ഷികൾക്ക് CPMമായിട്ടുള്ളത്. അവരൊന്നും പറയുന്നതിനോ അവരുടെ ആവശ്യങ്ങൾക്കോ ഒരു വിലയില്ല. ഞാൻ പറഞ്ഞ അതുകൊണ്ട് നാഷണൽ മീഡിയ പോലും ഡിസ്കസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ LDF യോഗം ചേരുമ്പോൾ അജണ്ടയിൽ വയ്ക്കാൻ സൗകര്യമില്ല. മനസ്സിലായ? അത് ഘടകകക്ഷികൾ കൂടി മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എന്നാണ് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന മെസ്സേജ്. അയ്യോ സതീശേട്ടാ, ഇങ്ങനൊന്നും പറഞ്ഞൂടാ. പ്രതിപക്ഷം വിമർശനമൊന്നും ഉന്നയിച്ചിട്ടില്ല, മാധ്യമങ്ങളാണ് എല്ലാത്തിനും കാരണമെന്ന് ഗോവിന്ദമാഷ് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വീണ്ടും ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നത് ശരിയാണോ? എന്നാലും CM ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യണത് എങ്ങനെയാണാവോ നമ്മുടെ കുറ്റാവ? മാഷിന്റെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ തോന്നാ?
ഞങ്ങളുടെ ഗോവിന്ദ മാഷിന്റെ ക്യാപ്സ്യൂള് അങ്ങനെയാണ്. അവരുടെ ഭാഗത്ത് ഒരു തെറ്റുപോലും ഇല്ല. ഈ നിമിഷം വരെ അതൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും കുറ്റം തന്നെ. ഗോവിന്ദ മാഷ് ഒരു പണ്ഡിതൻ തന്നെ. ഇതൊക്കെ എന്ത്? എന്നാലും LDF-ലെ ഘടകകക്ഷികൾ കാരണം സമാധാനം പോയ മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്വേഷണത്തിന് സമയമൊക്കെ തരാം, പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഇനി കാര്യങ്ങൾ പോയാലാണെന്നുള്ള രീതിയിലല്ല അവരുടെ വർത്താനം. എന്താ കഥ? വന്ന് ഇവരൊക്കെ ഞങ്ങളുടെ ഇരട്ടച്ചങ്കനെ ഇങ്ങനെ വരട്ടാറായോ? ഒരു വട്ടം പറഞ്ഞാലും പലവട്ടം പറഞ്ഞാലും നിലപാടാണ്. ആ നിലപാടിന് മാറ്റമില്ല. ADGP എന്തിനു വേണ്ടി വീണ്ടും നടന്ന് കാണുന്നു RSS നേതാക്കളെ ഊഴമിട്ട് ആണ് വിഷയം. കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്ക് RSSന്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് എന്താ അടിസ്ഥാനം? അൻവറേട്ടനെ മാത്രല്ല ഘടകകക്ഷികളെയും ഇപ്പോൾ നൈസായി കറിവേപ്പിലാക്കുന്നു എന്ന് പുറത്തൊരു ടോക്ക് ഉണ്ട് കേട്ടാ. അല്ല, അൻവറേട്ടന്റെ കാര്യം പോലെ തന്നെയല്ലേ നിങ്ങളുടെ കാര്യം? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കും ഇപ്പോൾ വലിയ ചെവിയൊന്നും കൊടുക്കാൻ ആരുമില്ലല്ലോ ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മാനിക്കാൻ ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയ ബോധമുണ്ട്. അതിനർത്ഥം അനന്തമായി നീണ്ടുപോകണമെന്നല്ല, നീണ്ടുപോകാൻ പാടില്ല. കണ്ട അന്വേഷണം അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുതെന്ന് പറഞ്ഞതിലൊരു ഭീഷണിയുടെ സ്വരം ഇല്ലേ? CPIയുടെ നിലപാടാണ്. പുറത്ത് കാണിക്കുന്ന ആക്രോശം അകത്ത് ഇല്ല. പുറത്ത് സിംഹവും പിണറായിയുടെ മുമ്പിൽ പതുങ്ങിയിരിക്കുന്ന പൂച്ചയുമായി CPI മാറി, പ്രത്യേകിച്ച് ബിനോയ് വിശ്വം. വേണ്ടട്ടാ, ഞങ്ങളുടെ ബിനോയ് വിശ്വം സഖാവ് എവിടെയും ഗർജിക്കുന്ന ചിങ്കം തന്നെയാണ്. കേൾക്കണോ സഖാവേ? കീച്ചിക്കോ. സഖാവിന് പണ്ടത്തെ പോലെ ഒരു ഗർജന ഇല്ലാന്നും CM-ന്റെ മുന്നിലെത്തുമ്പോൾ സഖാവ് പൂച്ചക്കുട്ടിയെ പോലെ ആവുന്നതാണ് മുരളീധരേട്ടന്റെ വിമർശനം. ആ മുന്നണിക്ക് വേണ്ടി CPI പറഞ്ഞു കഴിഞ്ഞു, കേട്ടില്ല നിങ്ങളാരും? അത് എൻ്റെ കാര്യമല്ല. CPI നിലപാട് CPI പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും പറയേണ്ട കാര്യമില്ല. അതൊക്കെ അൻവറേട്ടന്റെ ഗർജനം. ആകെ ഒരൊറ്റ ദിവസമല്ലേ ഉണ്ടായുള്ളൂ. മുഖ്യമന്ത്രിയെ പോയി കണ്ടതും മൂപ്പരാകെ മാറിപ്പോയില്ലേ? ഇപ്പോഴും പറയണത് എന്താ? ADGPക്കെതിരായ അന്വേഷണത്തിന് സമയം വേണോ? ആയിക്കോട്ടെ, എത്ര വേണമെങ്കിലും സമയം എടുത്തോന്ന് എത്ര സമാധാനത്തോടെയാണ് അൻവറേട്ടൻ പറയണത്. അല്ല, അതില് മുഖ്യമന്ത്രി എടുത്ത സ്റ്റാൻഡ് എന്താ വെച്ചാൽ, ഒരു മാസത്തിന് ഇവരന്വേഷിക്കുന്ന ഞാൻ ഈ പറഞ്ഞ കേസുകളെല്ലാം കൂടി ഒരു മാസം കൊണ്ട് ഒരിക്കലും അന്വേഷിക്കാൻ കഴിയില്ല. കാരണം ഇതിനൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഈ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കേസുകളും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ 1-2 കേസുകളും അന്വേഷിക്കാൻ SP-മാരുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സെക്കൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യമായി വരും. ഈ അന്വേഷണം പ്രഹസനാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്ത് ചോദിക്കണമെന്ന് പോലും മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിലപ്പുറം കടക്കാൻ DGPക്ക് സ്വാതന്ത്ര്യമില്ല. ഇത്രയും ശക്തമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് UP-യിൽ പോലും RSSന് ഇത്ര സ്വാധീനം ഉണ്ടാവില്ല. വഴി കൂടെ പോണവരും വരുന്നവരും എല്ലാം മുഖ്യമന്ത്രിയുടെ മെക്കിട്ട് കയറുകയാണ്. CPM-ന്റെ സമ്പൂർണമായിട്ടുള്ള പതനമായിരിക്കും, തിരസ്കാരമായിരിക്കും. ജനങ്ങൾ കേരളത്തിൽ CPM-നെ തിരസ്കരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPM-ന്റെ അന്ത്യകൂദാശ നിർവഹിക്കുന്നത് പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ളത് വിധിയുടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയായിരിക്കും. പിണറായി വിജയൻ ജീവിക്കുന്ന പാറപ്പുറത്താണ് ഇത് തുടങ്ങിയത്. പിണറായി വിജയന്റെ കൈ കൊണ്ട് തന്നെ ഇതിന്റെ ഉദകക്രിയയും നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ആര് അതിനെ നിഷേധിച്ചാലും ആ അനിവാര്യമായ സത്യം ഇല്ലാതാവാൻ പോകുന്നില്ല. എന്ത് ചെയ്യാനാ CM-എ? ഒരു ഗ്യാപ്പില്ലാണ്ട് എല്ലായിടത്തുനിന്നും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾക്കെതിരെയും ഇങ്ങനെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിരിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിലും CM-ന് അതൊന്നും പുത്തിരിയല്ലോ. ഭൂമി കുലുങ്ങണ പ്രശ്നം ഉണ്ടായാൽ പോലും ഞങ്ങളുടെ CM കുലുങ്ങൂല. പിന്നെയാണ് നിങ്ങളൊക്കെ എത്ര തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് കാര്യമില്ല. CM-ന് മൗനം മാത്രമേ മറുപടി ആയിട്ടുള്ളൂ. ഇൻഡിഗോ വിമാന കമ്പനിയുമായുള്ള പിണക്കം അവസാനിപ്പിച്ച് EP ജയരാജൻ. ഇൻഡിഗോയുടെ പടി ഞാൻ ഇനി ചവിട്ടില്ല എന്ന് പറഞ്ഞ EP ജയരാജൻ ആ ശപഥം തെറ്റിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ 2 വർഷത്തിന് ശേഷം അത് സംഭവിച്ചിരിക്കുന്നു. ഇൻഡിഗോ വിമാന കമ്പനിയുമായുള്ള ജയരാജൻ സഖാവിന്റെ പിണക്കം മൂപ്പരിപ്പോ മറന്നിരിക്കുന്നു. ഇൻഡിഗോയുമായി എന്താ പിണക്കത്തിന് കാരണം? ഞാൻ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, മുഖ്യമന്ത്രി ആ വിമാനത്തിലുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ് അവിടെ നടന്നത്. അതെ, എന്താണ് അവിടെ നടന്നത്? മുദ്രാവാക്യം വിളിക്കാൻ പോലും ആവതില്ലാത്ത 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ വെച്ച് 2 മുദ്രാവാക്യം വിളിച്ചു. ദേഷ്യം വന്ന EP ഒരു തള്ളു വെച്ചു കൊടുത്തു. അവര് ചെറുതായിട്ടൊന്ന് മൂക്കും കുത്തി വീണു. അതല്ലേ നടന്നുള്ളൂ അല്ലേ EP? ഇൻഡിഗോ വിമാനത്തിനകത്ത് വെച്ച് ഒരു മുഖ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ആസൂത്രിതമായി ആ വിമാനത്തിനകത്ത് കടന്നുകയറി 2-3 പേര്
ഒരാളെ പിടികിട്ടിയിട്ടില്ല, ഓടി രക്ഷപ്പെടുകയും ചെയ്തതാണ്. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ, അങ്ങോട്ട് വ്യക്തമായില്ല. ആസൂത്രിതമായി ആ വിമാനത്തിനകത്ത് കടന്നു കയറി 2-3 പേര് ഒരാളെ പിടികിട്ടിയിട്ടില്ല, ഓടി രക്ഷപ്പെടുകയും ചെയ്തതാണ്. ഓടി രക്ഷപ്പെടുകയെ വിമാനത്തിൽ വെച്ചോ? അതും പറന്നുകൊണ്ടിരിക്കണ വിമാനം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അവർ ലാൻഡ് ചെയ്തപ്പോൾ, വിമാനം ലാൻഡ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. ഞാൻ ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അക്രമികളെ ഞാൻ പ്രതിരോധിച്ചു. അന്ന് എന്താണ് അവിടെ നടന്നതെന്ന് എല്ലാവരും വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന പോലെ ഒരു കൂട്ടം ആളുകളല്ലേ മുഖ്യമന്ത്രിയുടെ നേരെ പാഞ്ഞെടുത്തത്. പാവ EP ഉണ്ടായിരുന്നോണ്ട് ഇവിടെ CMന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി. EP പറഞ്ഞത് എത്ര കറക്റ്റ് ആണല്ലേ. അവരുടെ വരവ് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്തോ ഭീകര പ്രവർത്തനം ചെയ്യാൻ പോവാണെന്ന്. തക്ക സമയത്ത് ഇടപെട്ട EP അഭിനന്ദിക്കുന്നതിന് പകരം ഇൻഡിഗോ വിലക്കല്ലേ ചെയ്തത്. അപ്പൊ സത്യത്തിൽ കുറ്റക്കാർ ഇൻഡിഗോ അല്ലേ? പറയ്. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇൻഡിഗോയുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചത് ഞാനാണ്. എനിക്കാണ് അവർ പ്രശംസ തരേണ്ടത്. അത് തന്നെ, EP-യുടെ ആ നല്ല മനസ്സ് കാണാതെ പോയ ഇൻഡിഗോ എത്ര ദുഷ്ട മനസ്സുള്ളവരാണ്. എന്റെ EP-ക്ക് അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടമില്ല, പാവം. അവർ ചെയ്തത് ഏതോ ബാഹ്യശക്തികളുടെ സ്വാധീനത്തിന് വഴങ്ങി ഈ കുറ്റവാളികളായ ആളുകൾക്ക് ഇൻഡിഗോ വിമാനത്തിൽ കയറാൻ 2 ആഴ്ച വിലക്ക്, എനിക്ക് 3 ആഴ്ച വിലക്ക്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ കുറ്റവാളിയായി എന്നെ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ നടപടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു സമരമാണത്. ആ സമരം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തന്നെ, അതെങ്ങനെ ശരിയാവും? മുദ്രാവാക്യം വിളിച്ച അവർക്ക് 2 ആഴ്ചത്തെ വിലക്കും, ഇടിച്ചവരുടെ മൂക്ക് പരത്തിയ പാവം ഞങ്ങളുടെ EP-ക്ക് 3 ആഴ്ചത്തെ വിലക്കും. പിന്നെ ഒന്നും നോക്കിയില്ല, തന്നെ EP ശബ്ദം എടുത്തു. ഇൻഡിഗോ മാപ്പ് പറയണത് വരെ ഇനി അടി ചവിട്ടില്ല. ഇപ്പോൾ സഖാവി സീതാറാം യെച്ചൂരി അന്തരിച്ചു. എനിക്ക് അതിനേക്കാളും വലുത് സഖാവ് സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹം അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ എങ്ങനെ ഇവിടെ എത്താം, അതാണ് എൻ്റെ ചിന്ത. അങ്ങനെ EP ജയരാജൻ തന്റെ പിണക്കം അവസാനിപ്പിച്ച് ഇൻഡിഗോയിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ നിഷ്കളങ്കനായ EP-യുടെ ഗതനഗത. ഇത്രയും വലിയ എയർലൈനായ ഇൻഡിഗോ എങ്ങനെ ഫേമസ് ആക്കാനും ഇന്ത്യയുടെ അഭിമാനം രക്ഷിക്കാനും എന്തായാലും പാവം ഞങ്ങളുടെ EP തന്നെ വേണ്ടി വന്നൂലോ. തിരുപ്പതിയായി, ഞങ്ങളുടെ EP-ക്ക് തിരുപ്പതിയായി. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പാണോ? അവിടെ 2 അടി നിർബന്ധം എന്ന് പറയണ പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ SFIയും KSUവും തമ്മിൽ അടിയോടടി. കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് നമ്മളെ മിടുക്കന്മാരായ SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ അടിയായി. വോട്ടെണ്ണലിൽ KSU ജയിച്ചതുകൊണ്ട് SFI ആക്രമണം അഴിച്ചു വിട്ടുവെന്ന് KSUവും ഉടായിപ്പും ബാലറ്റ് പേപ്പർ മോഷണവും കാണിച്ചാണ് KSU ജയിച്ചതെന്ന് SFIയും പറഞ്ഞു. ആ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നീട് അങ്ങോട്ട് അടിയോടടി. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവർ പാടി നടന്നിരുന്ന കഥയായിരുന്നില്ല യാഥാർത്ഥ്യമെന്ന് SFIയുടെ വിജയത്തോടു കൂടി പൊതുസമൂഹം അറിയും എന്ന ഘട്ടമെത്തുമ്പോൾ വളരെ ബോധപൂർവം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന നിലയിലേക്ക്, ബാലറ്റ് പേപ്പർ മോഷ്ടിക്കുന്ന നിലയിലേക്ക് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KSUവിന്റെ നേതാക്കന്മാർ മാറുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് നിന്ന് ബാലറ്റ് പേപ്പർ മോഷ്ടിക്കുന്നതിന് വേണ്ടി സംഘർഷം ഉണ്ടാക്കുക, ബാലറ്റ് പേപ്പർ മോഷ്ടിക്കുന്നതിന് വേണ്ടി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന എങ്ങനെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ ധൈര്യം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. മൂപ്പര് ആഞ്ഞടിച്ചാലുണ്ടല്ലോ വിറയ്ക്കും നിങ്ങൾ. ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ വരുന്നു, അവിടെയെല്ലാം വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. വലിയ രീതിയിലേക്കുള്ള ആക്രമണമാണ് ഇതിന്റെ. ഞങ്ങളുടെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. SFIക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ വിജയിക്കാൻ പറ്റാത്ത ഇങ്ങനെ പേടിക്കലടാ. പേടിക്കണ്ട. SFIക്കാര് പടക്കം പൊട്ടിച്ചതാ. പേടിച്ചൊന്നുമില്ല, അതൊക്കെ അലോഷ്യസിന്റെ ഒരു നമ്പർ അല്ലേ. ചരിത്രത്തിൽ ആദ്യത്തെ 2 റൗണ്ടിലും പേടിക്കണ്ട.
കക്ഷിയുടെ സ്ഥാനത്തെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന സാഹചര്യത്തിൽ SFI വിജയിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്ന് ഒരാളും വ്യാമോഹിക്കേണ്ട. അങ്ങനെ വിജയകരമായി എല്ലാ പടക്കം പൊട്ടിക്കലിനെയും KSUവിന്റെ ധീരനായ യോദ്ധാവ് അതിജീവിച്ചിരിക്കുന്നു. മുടുക്കൻ. അങ്ങനെ രണ്ടു കൂട്ടരുടെയും കയ്യിലിരിപ്പ് കാരണം യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി റദ്ദാക്കി. ശുഭം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.